ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് അക്കൗണ്ടിംഗ് ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രാൻസാക്ഷനും ബിസിനസ് സ്ഥാപനത്തിലെ ഓരോ ഇടപാടുകൾ നടന്നതിനു ശേഷവും അക്കൗണ്ടിംഗ് ഇക്വേഷൻ അതുപോലെ നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ഉദാഹരണ സഹിതം മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും ചെയ്തു അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്ന ചോദ്യങ്ങളിലൂടെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസാക്ഷൻസ് പരിചയപ്പെടുകയാണ് അല്ലേ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കുന്ന ഫൈനാൻഷ്യൽ ഇടപാടുകൾ എന്തൊക്കെയാണെന്നും ആ ഫൈനാൻഷ്യൽ ഇടപാടുകൾ ബാധിക്കുന്ന 2 ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ പരിചയപ്പെടുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. അതെല്ലാം ഓർത്തു വെക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പിന്നീട് റെക്കോർഡിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഫൈൻ. ഇന്ന് നമ്മൾ 2 തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ പരിചയപ്പെടുകയാണ്. ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സ്പെൻസുകളെ കുറിച്ചാണ് അല്ലേ? എക്സ്പെൻസുകൾ എന്താണെന്ന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ചിലവുകളാണ്. കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏണിംഗ് റവന്യൂ. ഒരു ബിസിനസ് സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാക്കാനായിട്ട് ചില എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും, തുക ചിലവാക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? എക്സ്പെൻസസ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് സാലറി കൊടുക്കുക, വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൂലി. കാരിയേജ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ കൂലി, വാഹനക്കൂലി. റെൻറ്റ്, വാടക കൊടുക്കുക. ഇലക്ട്രിസിറ്റി ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ചാർജസ് കൊടുക്കുക. ഇൻഷുറൻസ്, വണ്ടിയുടെയൊക്കെ ഇൻഷുറൻസ് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റേഷനറി വാങ്ങിക്കുക. സ്റ്റേഷനറി നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത്തരത്തിൽ ബിസിനസ്സിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ചിലവാക്കുന്ന തുകയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. എക്സ്പെൻസുകൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് എക്സ്പെൻസുകൾ ഉണ്ടാവാം. അതും ഒരു ട്രാൻസാക്ഷൻ ആണ് അല്ലേ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സാലറി കൊടുക്കുകയാണ്. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ അതിൻ്റെ 2 എഫക്റ്റുകൾ എന്താണ്? ക്യാഷ് പോവുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു എഫക്റ്റ് ക്യാഷിലാണ് ഉണ്ടാവുക, ക്യാഷ് കുറയും. രണ്ടാമത്തെ എഫക്റ്റോ, സാധാരണ ക്യാഷ് കൊടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും വരാറുണ്ട് അല്ലേ? നമ്മളൊരു ഫർണിച്ചർ മേടിക്കുകയാണെങ്കിൽ ഫർണിച്ചർ ഇങ്ങോട്ട് വരും, അപ്പോൾ ഫർണിച്ചർ വർദ്ധിക്കും. അല്ലെങ്കിൽ മെഷീനറി മേടിക്കുകയാണെങ്കിൽ മെഷീനറി ബിസിനസ്സിലേക്ക് വരും. ഗുഡ്സ് മേടിക്കുകയാണെങ്കിൽ ഗുഡ്സ് ബിസിനസ്സിലേക്ക് വരും. പക്ഷേ എക്സ്പെൻസിൻ്റെ പ്രത്യേകത അങ്ങനെയൊന്നും ബിസിനസ്സിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ? സാലറി കൊടുത്താൽ ആ ക്യാഷ് അങ്ങനെ ചിലവായി പോവുകയാണ്. വേജസ് കൊടുത്താൽ ആ ക്യാഷ് അങ്ങനെ ചിലവായി പോവുകയാണ് അല്ലേ? വാടക കൊടുത്താൽ ആ ക്യാഷ് അങ്ങനെ ചിലവായിട്ട് പോവുകയാണ്. ഫൈൻ. അപ്പോൾ ഒരു എഫക്റ്റ് നമ്മുടെ ക്യാഷ് പോവുകയാണ്. രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്? അത് എക്സ്പെൻസ് ആണ് അല്ലേ? നമ്മളതിനെ എക്സ്പെൻസ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷേ അക്കൗണ്ടിങ് ഇക്വേഷനിൽ നമ്മൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇത് 3 മാത്രമേ രേഖപ്പെടുത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ എക്സ്പെൻസ് നമ്മൾ എവിടെയാണത് കാണിക്കേണ്ടത്? ഏത് അക്കൗണ്ടിലാണ് നമ്മളത് കാണിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്പെൻസുകൾ നിങ്ങൾക്കറിയാം, എക്സ്പെൻസ് കൂടുകയും വരുമാനം കുറയുമ്പോഴാണ് ബിസിനസ്സിന് എന്തുണ്ടാക്കുക? നഷ്ടമുണ്ടാവുക അല്ലേ? ഓക്കെ. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്ഥാപനത്തിലേക്ക് നഷ്ടത്തിലേക്ക് വഴിതെളിക്കും അല്ലേ? അതുപോലെ തന്നെ ഇൻകം ആണെങ്കിലോ അത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ. അപ്പോൾ എക്സ്പെൻസ് അത് നഷ്ടമുണ്ടാക്കും, ഇൻകം ആണെങ്കിലോ അത് ലാഭം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ. ഈ ലാഭവും നഷ്ടവും ഒക്കെ ആരാ സഹിക്കേണ്ടത്? ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടായാൽ അതാരാ സഹിക്കേണ്ടത്? നഷ്ടമുണ്ടായാൽ അതാരാ സഹിക്കേണ്ടത്? ആരാ? ഓണറാണല്ലേ? ഓക്കെ. അപ്പോൾ ഓണറാണ് ലാഭവും നഷ്ടവും ഒക്കെ സഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലാഭവും നഷ്ടവും ഒക്കെ നമ്മൾ ഏത് കണക്കിലാണ് കാണിക്കേണ്ടത്? ഓണറിൻ്റെ കണക്ക് ഏതാണ്? ഓണറിന് കൊടുക്കാനുള്ള കണക്ക് ഏതാണ്? ക്യാപിറ്റലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എക്സ്പെൻസുകൾ ഉണ്ടാകുമ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണോ എക്സ്പെൻസ് ഉണ്ടായിട്ടുള്ളത് അത്രയും നഷ്ടമുണ്ടാകും എന്ന് കരുതിയിട്ട് അത് ക്യാപിറ്റലിൽ നിന്ന് കുറക്കും. ഫൈൻ.
അപ്പോൾ ഏത് എക്സ്പെൻസ് ഉണ്ടായാലും, സാലറി ആയിക്കോട്ടെ, വേജസ് ആയിക്കോട്ടെ, കാരേജ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ് എന്തായിക്കോട്ടെ, എക്സ്പെൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് എഫക്റ്റാണ് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ഒന്ന്, നമ്മുടെ ക്യാഷ് അത്രയും കുറയും. രണ്ടാമത്, നമ്മൾ ക്യാപിറ്റലും കുറക്കും. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇൻകം അല്ലേ, റവന്യൂസ്, വരുമാനങ്ങൾ അല്ലേ, സെയിൽസ്, ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുക, റെൻറ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതൊക്കെ റവന്യൂ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതെല്ലാം നോക്കി ഈ ചാപ്റ്റർ കിടക്കുന്നതിന് മുമ്പ് വിശദമായിട്ട് നന്നായിട്ട് പഠിക്കാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം വരുമാനങ്ങളാണ് അല്ലേ. ഓക്കെ, ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടാം, റെൻറ്റ് റിസീവ്ഡ് അല്ലേ, റെൻറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ വരുമാനമാണ്, റെൻറ്റ് പെയ്ഡ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിലോ എക്സ്പെൻസും ആണ് അല്ലേ. ഓക്കെ, രണ്ടും ഉണ്ടാവാം. റെൻറ്റ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രമാണ് അതെന്താവുക, ഇൻകം ആവുക. അതുപോലെ തന്നെ ഡിവിഡൻഡ് കിട്ടുക, ഇതൊക്കെ ഇൻകമാണ്. ഇൻകം ലാഭത്തിലേക്ക് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കും അല്ലേ. ഓക്കെ, ആ ലാഭം ആർക്കുള്ളതാണ്? ഓണർക്ക് ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് റെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് നമുക്ക് റെൻറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ ക്യാഷ് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാഷ് കൂടും. അതേപോലെ തന്നെ ഈ ലാഭം ആർക്കുള്ളതാണ്? ഓണർക്കുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓണറുടെ ക്യാപിറ്റലിലും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ഫൈൻ. അപ്പോൾ എക്സ്പെൻസും ഇൻകവും, എക്സ്പെൻസ് ആണെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് കുറക്കുക, ഇൻകം ആണെങ്കിൽ അതെന്ത് ചെയ്യുക, ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ ഫോർ കാൽക്കുലേറ്റിംഗ് അക്കൗണ്ടിങ് ഇക്വേഷൻ, ഇൻകംസ് ആർ ആഡഡ് ആൻഡ് എക്സ്പെൻസസ് ആർ ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. ഇൻകംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പെൻസസ് ആണെങ്കിൽ, ചിലവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്നു അല്ലേ. ഫൈൻ. അപ്പോൾ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ രണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ക്യാഷും കുറയുന്നു, ക്യാപിറ്റലും കുറയുന്നു. അതേസമയം ഇൻകം ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാഷും കൂടുന്നു, അതേപോലെ തന്നെ ക്യാപിറ്റലും വർദ്ധിക്കുന്നു. ഗോട്ട് ഇറ്റ്? അങ്ങനെയാണ് രണ്ടൈറ്റവും കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ വർക്കൗട്ട് ചെയ്യുന്ന ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. ആൻഡ് ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ ഫോർ യു. Analyze the effect of the following transactions on assets, liabilities and show that A is equal to L plus C. ഓക്കെ, ചോദ്യം അതാണ്. നിങ്ങൾ അസറ്റ്സിലും ലയബിലിറ്റീസിലും ക്യാപിറ്റലും ഒക്കെയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ, അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ അസൈൻമെൻറ്റ് ചെയ്ത സമയത്ത് പല ആൾക്കാരും പല രൂപത്തിലുള്ള തെറ്റുകൾ വരുത്തിയതായിട്ട് കണ്ടു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫോർമാറ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ ഫോർമാറ്റിൽ തന്നെ വേണം നിങ്ങൾ ചെയ്യാൻ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. പല ആൾക്കാരും ഒരു അസറ്റ് എഴുതിയിട്ട് അതിന് അസറ്റിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് അതിന് താഴെ വേറൊരു അസറ്റിൻ്റെ ഹെഡിങ് കൂടി എഴുതുകയാണ് അല്ലേ. അങ്ങനെ പാടുണ്ടോ? ഒരു അസറ്റ് ഹെഡിങ് എഴുതിയിട്ട് അതിന് താഴെ കാണിക്കുന്ന എമൗണ്ടുകൾ അതുമായി ബന്ധപ്പെട്ട എമൗണ്ട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് താഴെ വേറൊരു അസറ്റിൻ്റെ പേരും കൂടി എഴുതിയാൽ അത് രണ്ടും കൂടി മിക്സ് ആവും അല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് പുസ്തകം തലതിരിച്ച് പിടിച്ചിട്ടൊക്കെ നിങ്ങൾ അത് എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു അസറ്റിന് താഴെ വേറൊരു അസറ്റിൻ്റെ പേര് എഴുതാൻ പാടില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ കോളംസ് വരച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ, ട്രാൻസാക്ഷന് ആദ്യത്തെ കോളം അസറ്റ്സ് ആണ്. ഞാനത് കുറച്ച് കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ക്യാപിറ്റൽ ലയബിലിറ്റീസ് എന്ന് പറയുന്ന അവിടെ ഐറ്റംസ് കുറവായതുകൊണ്ട് അവിടെ കുറച്ച് സ്പേസ് മതി അല്ലേ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ എടുക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് തുടങ്ങി ക്യാഷുമായിട്ടല്ലേ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ രണ്ട് ചോദ്യത്തിലും ചെയ്തു. ഏറ്റവും ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇത് തന്നെയാണ് അല്ലേ. ബിസിനസ് ക്യാഷ് വെച്ച് തുടങ്ങി, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു അല്ലേ. മിക്കവാറും എല്ലാ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെയും ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. കാരണം എന്താ, ആദ്യം ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരണം, എന്നിട്ടേ ബിസിനസ്സിന് മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഇതായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻ ചെയ്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ രണ്ട് എഫക്റ്റ് എന്താണ്. ഒന്ന് ക്യാഷ് വർദ്ധിക്കുന്നു ബിസിനസ്സിൻ്റെ, രണ്ടാമത്തത് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ക്യാപിറ്റലും വർദ്ധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഇടപാടുകൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുന്നതോടുകൂടി നിങ്ങളത് ബൈഹാർട്ട് ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലെങ്കിൽ ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ബാധിക്കുന്ന രണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. ഒന്ന് ക്യാഷും രണ്ടാമത്തത് ക്യാപിറ്റലുമാണ് അല്ലേ. എത്ര രൂപയാണ്? ക്യാഷ് 40,000, ക്യാപിറ്റൽ 40,000. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലേ. ഇനി
രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക, വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക. ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ഇവർ ക്യാഷ് ബിസിനസ്സിലേക്ക് കിട്ടിയപ്പോൾ ആദ്യം ചെയ്ത എന്താണ്? ഒരു ബാങ്ക് അക്കൗണ്ട്, ബിസിനസ്സിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ആൻഡ് ഡെപ്പോസിറ്റഡ് ₹10,000. ആ ബാങ്കിലേക്ക് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുക? ഈ 40,000 രൂപ ക്യാഷ് ഉണ്ട് അല്ലേ, അതിൽ നിന്ന് 10,000 എടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി പറയൂ, രണ്ട് എഫക്റ്റുകൾ എവിടെയൊക്കെയായിരിക്കും? ഒന്ന്, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കൂടി അല്ലേ, ഒരു അസറ്റാണല്ലേ, ബാങ്ക് ബാലൻസ് കൂടിയില്ലേ. ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല, 0 ആയിരുന്നു. ഇപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് കൂടി അല്ലേ, ഒരു അസറ്റ് പുതുതായിട്ട് വരികയാണ്. നമുക്കതിനെ ബാങ്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്ന് പറയാം അല്ലേ. ആദ്യം ട്രാൻസാക്ഷൻ നമ്മളിവിടെ എഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ബാങ്കാണ് അല്ലേ. ഫൈൻ, ബാങ്കിൽ 10,000 രൂപ കൂടി. പിന്നെ എവിടെ നിന്ന് എടുത്തിട്ടാണ് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത്? നമ്മുടെ ക്യാഷിൽ നിന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്യാഷ് കുറയുകയും ചെയ്യും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ക്യാഷ് 10,000 കുറയുന്നു. ആ ക്യാഷ് എവിടെ എത്തുന്നു? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നു, നമ്മുടെ ബാങ്കിലെ പൈസ ആയിട്ട് മാറുന്നു അല്ലേ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അസറ്റിന് താഴെ ഈ ബാങ്ക് എന്ന് പറയുന്നത് ഈ ക്യാഷിന് താഴെ എഴുതാൻ പാടുണ്ടോ? അങ്ങനെ എഴുതിയാൽ ആ ട്രാൻസാക്ഷൻ എങ്ങനെ പിന്നെ നിങ്ങൾ കാണിക്കുക? അതൊരിക്കലും ചെയ്യരുത് അല്ലേ. ഓരോ അസറ്റിൻ്റെയും ഹെഡിങ്, ഒരു അസറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്പേസിൽ തന്നെ എഴുതണം അല്ലേ. അതിന് താഴെ, ഈ ബാങ്ക് എന്ന് പറയുന്നതിന് താഴെ ബാങ്കുമായി ബന്ധപ്പെട്ട കൂടുതലും കുറയലും ഉണ്ടെങ്കിൽ അത് മാത്രമേ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ. വേറെ എന്തെങ്കിലും കാണിക്കാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര രൂപയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്? 10,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്കിൽ 10,000 കാണിക്കുന്നു, ക്യാഷിൽ 10,000 മൈനസും ചെയ്യുന്നു അല്ലേ. ഓക്കെ, ഇനി പല ആൾക്കാരും ബാക്കിയുള്ള ഇവിടെ ഒരു ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഹെഡും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഞാൻ ഒന്നും എഴുതിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് എമൗണ്ട് എഴുതാമെന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു ട്രാൻസാക്ഷന് 2 എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ സാധാരണഗതിയിൽ അപൂർവമായിട്ട് ചില കേസിൽ 3 എഫക്റ്റുകളൊക്കെ വരാം, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫൈൻ. ഇവിടെ ക്യാഷിനെയും ബാങ്കിനെയും മാത്രമേ ബാധിക്കുന്നുള്ളൂ. അപ്പോൾ ക്യാഷിൽ 10,000 കുറക്കുന്നു, ബാങ്കിൽ 10,000 നമ്മൾ എഴുതുന്നു. ക്യാപിറ്റൽ ഒന്നുമില്ല എന്ന് കാണിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈൻ വരക്കാം. ഈ രീതി പിന്തുടരുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഏതെങ്കിലും ഒരു ഹെഡിന് താഴെ നിങ്ങൾ ഒന്നും എഴുതുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരച്ച്, ചെറിയൊരു ലൈൻ വരച്ച്, വലിയ വര ഒന്നും വരക്കരുത്, ചെറിയൊരു ലൈൻ വരച്ചത് ഇല്ല എന്ന് കാണിക്കാം. ഓക്കെ, ഇനി 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടലാണ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഓരോ ഹെഡിങ്ങും അത് നമ്മൾ ടോട്ടൽ ചെയ്യണം. ഇവിടെ ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, 3 നമ്മൾ ടോട്ടൽ എഴുതണം അല്ലേ. ടോട്ടൽ ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു ലൈൻ ഇവിടെ വരക്കുന്നു. ഫൈൻ, ലൈനിന് താഴെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇത് എഴുതിക്കൊള്ളൂ, ഇത് ടോട്ടലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ടോട്ടൽ എന്ന് കാണിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതാം ടോട്ടൽ അല്ലേ. എങ്ങനെയാണ് ടോട്ടൽ എടുക്കുന്നത്? 40,000 10,000 മൈനസ് ചെയ്യുമ്പോൾ 30,000. ഇവിടെ ബാങ്കിൽ ആദ്യം ഒന്നുമില്ല, വഴി 10,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ 10,000 ക്യാപിറ്റൽ ആദ്യം 40,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ 40,000 0 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 40,000 തന്നെ. 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞു അല്ലേ. നമ്മൾ ടോട്ടലും ചെയ്തു. അക്കൗണ്ടിങ് ഇക്വേഷൻ സെയിം ആണ്. അസറ്റ്സ് 40,000, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസും 40,000 അല്ലേ. ഓക്കെ, ഇനി എഴുതുന്ന ഓരോ ട്രാൻസാക്ഷനും ആ ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ആദ്യത്തേതിന് മാത്രം 2 ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഓരോ ട്രാൻസാക്ഷനും ഓരോന്നും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. ഓക്കെ, ഇനി 3ാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു. ഓക്കെ, ഫൈൻ. അതിൻ്റെ എഫക്റ്റുകൾ നിങ്ങൾ അറിയാവുന്നതാണ് അല്ലേ. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നു, ക്യാഷ് കൊടുത്താണ് മേടിച്ചിട്ടുള്ളത്, അപ്പോൾ ക്യാഷ് കുറയുകയും ചെയ്യും അല്ലേ, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന പുതിയ അസറ്റിൻ്റെ ഹെഡിങ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ഒക്കെ ഇതിനൊക്കെയുള്ള സ്പേസ് ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്നിട്ട് അവിടെ 15,000 എഴുതുന്നു, ക്യാഷിലും 15,000 മൈനസ് ചെയ്യുന്നു. ബാങ്ക് എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത ഹെഡിൻ്റെ താഴെ ഒന്നുമില്ല എന്ന് കാണിക്കാൻ അവിടെ ഒരു ലൈൻ വരച്ചു. ദെൻ ക്യാപിറ്റലിൻ്റെ താഴെയും അവിടെ ഒരു ഇടപാട് നടക്കുന്നില്ല എന്ന് കാണിക്കാൻ ഒരു ലൈൻ വരച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് അതിന് നേരെ തന്നെ കൃത്യമായിട്ട് 15,000 ക്യാഷിൻ്റെ കോളത്തിൽ മൈനസ് ചെയ്തു, സ്റ്റോക്ക് 15,000 ആഡും ചെയ്തു അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇനി ഓരോ ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, ആഡ് ചെയ്യാണ്. ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ആഡ് ചെയ്യാണ്. ആദ്യം ക്യാഷ് എന്ന് 15,000 ക്യാഷ് കുറച്ചപ്പോൾ 15,000 ആയി. ബാങ്ക് 10,000 തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. പുതിയൊരു അസറ്റ് സ്റ്റോക്ക് 15,000 വന്നു, ക്യാപിറ്റൽ 40,000 തന്നെ. ഇപ്പോഴും 2 സൈഡ് നോക്കുമ്പോൾ എന്ത് തന്നെയാണ്? തുല്യമാണ്, ശരിയല്ലേ. ഓക്കെ, ഇനി 4ാമത്തെ ട്രാൻസാക്ഷൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ മനസ്സിൽ
വരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ഇഫക്റ്റുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലിങ്ങനെ പതിയണം. ഓക്കെ. നാലാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. കടത്തിനാണ് മേടിച്ചത്. എത്ര രൂപയുടെ സാധനങ്ങൾ? 14,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ കടത്തിന് മേടിച്ചു അല്ലേ. കടത്തിന് മേടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്ക് വർദ്ധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ കടത്തിനാണ് മേടിച്ചിട്ടുള്ളത്, ക്യാഷ് അല്ല. ക്യാഷിനൊന്നും സംഭവിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ് ഉണ്ടാവുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസിൻ്റെ താഴെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് കാണിക്കുന്നു. എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ്റെ എമൗണ്ടുകൾ സ്റ്റോക്കിന് താഴെയും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് താഴെയും എഴുതുന്നു. ബാക്കി എവിടെയും അത് ക്യാപിറ്റലിലും ബാങ്കിലും ക്യാഷിലും ഒന്നും എഫക്റ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഓരോ ചെറിയ ലൈൻ കൂടെ വരക്കുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ടോട്ടൽ ചെയ്യുകയാണ്. ടോട്ടൽ ക്യാഷിൽ 15,000 മാറ്റമില്ല, ബാങ്ക് 10,000, അസറ്റ്സ് സ്റ്റോക്ക് അത് 14,000 കൂടി 29,000 ക്യാപിറ്റൽ 40,000 മാറ്റമില്ല, ക്രെഡിറ്റേഴ്സ് 14,000 കൂടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡും 54,000 വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഫൈൻ. ഇനി അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക, പെയ്ഡ് സാലറി എന്നാണ് അല്ലേ. സാലറി കൊടുത്തുമാണ്. സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, സാലറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെന്താണ്, എക്സ്പെൻസ് ആണ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ എക്സ്പെൻസ് ആകുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ആ എമൗണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറക്കണം അല്ലേ. അപ്പോൾ സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ക്യാഷും കുറയും, എന്തും കുറയും, ക്യാപിറ്റലും കുറയും. ക്യാഷും കുറയുന്നു, നമ്മുടെ ക്യാപിറ്റലും കുറയുന്നു. ഓക്കെ, രണ്ട് ഹെഡും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. വീണ്ടും എവിടെയെങ്കിലും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷിൽ 5,000 കുറക്കുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റലിലും 5,000 കുറക്കുന്നു. ഓക്കെ, ഫൈൻ. ഇത് ബാങ്കിനെ ബാധിക്കുന്നില്ല, സ്റ്റോക്കിനെ ബാധിക്കുന്നില്ല, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെയും ബാധിക്കുന്നില്ല. ക്ലിയർ? ഓക്കെ, നമ്മൾ ടോട്ടൽ ചെയ്യുകയാണ്. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് 10,000 ബാങ്ക് 10,000, സ്റ്റോക്ക് 29,000. ഓക്കെ, ഫൈൻ. അതുപോലെ തന്നെ ക്യാപിറ്റലും 10,000, ക്രെഡിറ്റേഴ്സ് 14,000. അപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ 49,000 കിട്ടും. ഓക്കെ, അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് ആറാമത്തെ ഒരു ട്രാൻസാക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെന്താ പറയുന്നത്, പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹6,000. 6,000 രൂപ കൊടുത്ത് ഫർണിച്ചർ മേടിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു പുതിയ അസറ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻ ഇവിടെ എഴുതുന്നു, എന്നിട്ട് നമ്മൾ ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയ അസറ്റ് കാണിക്കാനായിട്ട് ഇവിടെ എഴുതുന്നു അല്ലേ. ഫർണിച്ചർ മേടിക്കുന്ന സമയത്ത് നമ്മുടെ ഫർണിച്ചർ കൂടുമെന്നറിയാം. രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്, ഫർണിച്ചർ മേടിക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കണം അല്ലേ. അപ്പോൾ ക്യാഷും കുറയുകയും ചെയ്യും. ക്യാഷ് കുറയുന്നു, ഫർണിച്ചർ കൂടുന്നു അല്ലേ. അപ്പോൾ 6,000 രൂപ ക്യാഷ് മൈനസ് ചെയ്യുന്നു, ബാങ്കിൽ എഫക്റ്റ് ഇല്ല, സ്റ്റോക്കിൽ എഫക്റ്റ് ഇല്ല, ഫർണിച്ചറിൽ 6,000 രൂപ കൂടുന്നു, ക്യാപിറ്റലും ക്രെഡിറ്റേഴ്സിനും എഫക്റ്റ് ഇല്ല എന്ന് കാണിക്കാനായിട്ട് ലൈൻ നമ്മൾ വരക്കും. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. ഓക്കെ, ഇത് ഇനി ഇതിനപ്പുറത്തേക്ക് ട്രാൻസാക്ഷൻ ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ക്യാഷ് 4,000, ബാങ്ക് 10,000, അതുപോലെ തന്നെ സ്റ്റോക്ക് 29,000, ഫർണിച്ചർ 6,000, ക്യാപിറ്റൽ 35,000, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് 14,000. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് സൈഡിലും 49,000 കിട്ടുന്നതായിട്ട് കാണാം. ഫൈൻ. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ കഴിഞ്ഞ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത സമയത്ത് എല്ലാവരും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അതായത് അസറ്റ്സ് എഴുതാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നീടുള്ള ഇത് എഴുതാനായിട്ട് ഇതിൻ്റെ താഴെയും ഇപ്പുറത്തും ഒക്കെ എഴുതി, ഓർഡർ ഇല്ലാതെ. നമ്മൾ ഈ ഹെഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിൽ ഏതാണോ പുതിയ അസറ്റ് വരുന്നത് അതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ടാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അത് ഓർഡറിലാണ് എഴുതുന്നത്, അല്ലാതെ ആദ്യം തന്നെ ഹെഡിങ് എഴുതി വെക്കലാണോ? അല്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് മാത്രമല്ല, ക്യാഷ് എന്ന് പറയുന്ന ആ ഹെഡിന് താഴെ ക്യാഷുമായി ബന്ധപ്പെട്ട ഇടപാട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ അല്ലേ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഈ ബോർഡറെല്ലാം പെന്ന് കൊണ്ട് വരച്ചിട്ട് ഇവിടെ മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്പുറത്തേക്ക് എമൗണ്ടും ഒന്നും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ചാടില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് വേണമെങ്കിൽ ഒരു ലൈനും വരക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരു ഹെഡിനുള്ള എമൗണ്ട് ഇപ്പുറത്തെ ഹെഡിലേക്ക് വരാൻ പാടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ മാർക്ക് നഷ്ടപ്പെടുമെന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹെഡിങ് കൊടുക്കുന്നതും അതിന് താഴെ എമൗണ്ട് എഴുതുന്നതും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലൈൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക,
ഒരു പെൻസിൽ കൊണ്ട് വരക്കാൻ ശ്രമിക്കാം. ലൈൻ ആവശ്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എമൗണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിപ്പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ലൈൻ വരക്കാം. ലൈൻ വരക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ലൈൻ വരക്കാതിരിക്കുകയാണ് ഉചിതം. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. നമ്മൾ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഒരു ചെറിയ അസൈൻമെൻറ്റ് തരികയാണ്. അത് ഇന്ന് തന്നെ വർക്കൗട്ട് ചെയ്ത് അയച്ചു തരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോ ട്രാൻസാക്ഷനും പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ ട്രാൻസാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന 2 എഫക്റ്റുകൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കണം. അതിനുള്ളൊരു പരിശീലനമാണ് ഇതെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലാദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കണ്ടോ, സെയിം ആയിരിക്കും അല്ലേ. സതീഷ് കമൻസ്ഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 1,50,000, 1,50,000 വെച്ചിട്ട് ബിസിനസ് തുടങ്ങി അല്ലേ. ഓക്കെ. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന 2 അക്കൗണ്ട് എന്തായിരിക്കും? ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടും അല്ലേ. രണ്ടിനും എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സംഭവിക്കുക? ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും അല്ലേ. ഇവിടെ നമ്മുടെ ക്യാഷും ബിസിനസ്സിൻ്റെ ക്യാഷും വർദ്ധിക്കുകയാണ്, ക്യാപിറ്റലും വർദ്ധിക്കുകയാണ്. ദെൻ പർച്ചേസർ ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് മേടിക്കുകയാണ് ക്യാഷ് കൊടുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്റ്റോക്ക് വർദ്ധിക്കുന്നു, ക്യാഷ് കുറയുന്നു. പെയ്ഡ് സാലറി 25,000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ക്യാപിറ്റലും കുറയുന്നു, നിങ്ങളുടെ ക്യാഷും കുറയുന്നു. പെയ്ഡ് റെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ് അല്ലേ. ഓക്കെ. എക്സ്പെൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാഷ് കുറയുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റലും കുറയുന്നു. ഓക്കെ. പിന്നീട് അവസാനത്തെ ട്രാൻസാക്ഷൻ ബോട്ട് ഫർണിച്ചർ മേടിച്ചു. എത്ര രൂപക്ക്? 25,000 രൂപക്ക്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് കൂടുന്നു, നിങ്ങളുടെ ക്യാഷ് കുറയുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് അനാലിസിസ് കോളം വരച്ചിട്ട് അതിൽ രേഖപ്പെടുത്തി അക്കൗണ്ടിങ് ഇക്വേഷൻ അതുപോലെ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.